റസിയ മോളെ, നീ ഒരുങ്ങിയോ? നീ എന്താ ഒരുങ്ങാൻ എന്താ ഇതുമായിട്ട് ഒരുങ്ങിയില്ലേ? എന്റെ പൊന്നു റസിയ, നമ്മുടെ ബന്ധുവാ മരിച്ചത്. 3 മണിക്ക് അടക്കം. ഞാൻ നിന്നെ ബസ്സിൽ വെച്ച് വിളിച്ചു പറഞ്ഞില്ലേ നമുക്ക് എന്നിട്ട് വേണം ഒരുമിച്ച് പോണമെന്ന്. എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. അതെന്താ നിനക്ക് വരാൻ പറ്റാത്ത എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ? എന്റെ ലിപ്സ്റ്റിക് തീർന്നു. ഇതില്ലാതെ ഞാൻ എങ്ങനെ വരും? ലിപ്സ്റ്റിക് ഇല്ലാതെ ഞാൻ വരില്ല. എന്റെ പടച്ചോനെ, ലിപ്സ്റ്റിക് തീർന്നും പറഞ്ഞ് മരിപ്പിനകത്ത് പെണ്ണ്. എന്തു റസിയ നീ ഇങ്ങനെ പറഞ്ഞത്? ലിപ്സ്റ്റിക് വലുത് നിനക്ക്? എനിക്ക് ലിപ്സ്റ്റിക് വലുത്. അവിടെ എന്തോരം ജനങ്ങൾ കൂടണമെന്നറിയോ? ലിപ്സ്റ്റിക് ഇല്ലാതെ ഞാൻ വരൂല. എനിക്ക് ലിപ്സ്റ്റിക് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിന്നെ എവിടാ കൊണ്ടുപോകാൻ പറ്റുന്നത്? കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കൊച്ചിന്റെ 28-നാണ് നമ്മളവിടെ ചെല്ലുന്നത്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, അറിയാവോ? മരിപ്പിന് വിളിച്ചപ്പം അയാളെ 16 അടിയന്തരത്തിനാണ് നമ്മളവിടെ ചെന്നത്. അങ്ങനെ ഒരു പരാതി ഉണ്ട്. ഓർമ്മയുണ്ടോ നിനക്ക്? എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. നിങ്ങൾ വലിയ വർത്താനം ഒന്നും പറയണ്ട. നിങ്ങൾ ആ ഭാസ്കരനെണ്ണം മരിച്ചിട്ടോ? നിങ്ങൾ എപ്പോഴാ വന്നത് വിളിച്ചു പറഞ്ഞിട്ട്? എത്ര സമയം ഞാനിവിടെ വെയിറ്റ് ചെയ്തു. അവസാനം മരിച്ച ഭാസ്കരനെണ്ണം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോഴാ നിങ്ങളൊന്ന് ഒരുങ്ങി എന്റെ കൂടെ ഇറങ്ങി വന്നത്. അവിടെ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. മരിച്ച ഭാസ്കരനെ ഇവിടെ വിളിച്ചു പറഞ്ഞത്? ഭാസ്കരന് അത്ര ആള് ശരിയല്ലല്ലോ. അപ്പം അയാൾക്ക് എന്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, അയാൾക്ക് എന്നെ വിളിച്ചു പറഞ്ഞൂടെ? അത് ശരിയായ പ്രവണതയല്ല. ആള് മരിച്ച് അത് ഓക്കെ, എന്നാലും അത് കന്നന്തിരി വലിയ കാണിച്ചത്. 9656 തുടങ്ങുന്ന എന്റെ നമ്പറാണല്ലോ. അവളെ വിളിച്ചു പറഞ്ഞു. ആ കാലം മരിച്ചതല്ല നല്ലത്.